ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ഒരു വീക്കിലെ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ തേഴ്സ്ഡേ ആയപ്പോഴത്തേക്കും ഒന്ന് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് തന്നെ വെജിറ്റബിൾസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിപ്പോൾ ഉള്ളിപ്പൂവൊക്കെ മേടിക്കുമെന്ന്. അപ്പോൾ അത് എല്ലാ തവണയൊന്നും കിട്ടത്തില്ല, മാർക്കറ്റിൽ പോകുമ്പോൾ കാണുന്ന സമയത്തൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീക്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ജമന്തി പൂക്കൾ മേടിക്കണമായിരുന്നു കേട്ടോ, നമുക്ക് വിളക്കിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഫ്രൈഡേ രാവിലെയാണ് പിന്നീട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഫ്രൈഡേ അന്ന് ആമിക്ക് സ്കൂളിൽ ലീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചേട്ടോ. ഹസ്ബൻഡിനും അന്ന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ സിറ്റി സെൻറ്റർ മാളിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുത്തേക്കുന്നത്, ഈ 2 ദിവസത്തെ വീഡിയോ എടുത്തേക്കുന്നത് മഴ വരുന്നതിന് മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. മഴ ദിവസത്തിന് തൊട്ട് മുന്നേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു മാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഹസ്ബൻഡ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആമിയെ കൊണ്ടുവന്ന് മോണ സിനിമ കാണിക്കാനാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അത് കാണാനാണ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമ്മളെപ്പോഴും പോകുന്നിടത്ത് പോകാതെ എന്തായാലും ഇന്ന് ലീവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് ദൂരത്തേക്ക് പോവാം, നമുക്ക് എന്തായാലും ഈ സിറ്റി സെൻറ്റർ മാളും ഞാൻ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വന്നതാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ തിയേറ്ററൊക്കെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ക്രീനുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത്. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാളിനകത്ത് തന്നെ അവിടെ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്റ്റോള് പോലെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും. ഞങ്ങൾ ഒരു സാധനവും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല റേറ്റാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളും ഡബിൾ റേറ്റിനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കരകൗശല വസ്തുക്കൾ ഹാൻഡ് മെയ്ഡായിട്ടൊക്കെ ചെയ്തേക്കുന്ന സംഭവങ്ങളാണ്. ഈ ഭരണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കൺട്രോൾ കിട്ടാത്തൊരാളാണ് കേട്ടോ. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നതാണ്. റേറ്റ് കാരണം കൊണ്ടാണ് എടുക്കാത്തത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. സൺഡേ ഈവനിങ് ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാനിപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് വിളക്ക് കഴുകുന്നതെന്ന്. ഇത് വിമ്മിൻ്റെ തന്നെ വിളക്കൊക്കെ ക്ലീൻ ചെയ്യാനുള്ള, ഈ ബ്രാസ് പോലത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ കിട്ടുന്ന സാധനമാണ്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട ഒരു വിധം അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു, പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിളക്കിൽ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യണം, ഈ ഒരു ലിക്വിഡ്. അതിനുശേഷം നന്നായിട്ട് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഒരു നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളിതിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് ക്ലീനായി കിട്ടും. ഞാനിപ്പോൾ ഡെയിലി ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്. ഇതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീലിലെ സ്ക്രബ്ബറല്ല, നമ്മുടെ ഒരു സോഫ്റ്റ് സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറില്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് കഴുകേണ്ടത്. ഒരുപാട് അങ്ങോട്ട് സ്റ്റീലിലുള്ള സംഭവമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലില്ലേ ഇതിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ വിളക്കൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്, നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് വിളക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ വീഡിയോ ആണ് ഇത്, സൺഡേ ഈവനിങ്ങിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇവിടുത്തെ സൈക്ലോണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാനും ആമിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഈ സമയത്ത് പുറത്ത് പോയിരുന്നു കേട്ടോ, വീട്ടിലില്ലായിരുന്നു. അങ്ങനെ ഇന്നെന്തായാലും ഞാൻ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആമിയും ലീവാണല്ലോ, ആമി വീട്ടിലുള്ള ദിവസം നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. ഇത് ശരിക്കും ഡിസംബർ 1 എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോഴാണ് ഓർക്കുന്നത്. 1-ാം തീയതി ഡിസംബർ 1 തന്നെ ക്രിസ്മസ് ട്രീ വീട്ടിൽ വെക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെക്കുന്നുണ്ട്. ഞാനിത്
ഒരു 3 വർഷത്തിന് മേലെയായി ഇത് മേടിച്ചിട്ട്. ഒരു ചെറിയൊരു ട്രീയും നമുക്ക് കുറച്ച് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാനത് മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വലിയ ട്രീ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ശരവണയിൽ പോയിട്ട് മേടിച്ചതാണ്. നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ, 175 എത്രയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ റേറ്റ് കണ്ടിട്ട് മേടിച്ചതാണ്. അത് കൂടുതലാണോ കുറവാണോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് കടകളിൽ ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് കൂട്ടിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓൺലൈനിലും 200-ന് മേലെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ കടയിൽ പോയി നോക്കിയപ്പോൾ റേറ്റ് കുറവായ കാരണം കൊണ്ട് അന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വൺ ടൈം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പോൾ നമ്മളിതൊക്കെ മടക്കി സൂക്ഷിച്ച് പേസ്റ്റ് ബോർഡ് പെട്ടികളിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് കുറേ വർഷം യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ ഇതൊക്കെ. ഞാൻ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വീട്ടിൽ വെക്കാറുണ്ട് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം. നമ്മുടെ പഴയ കാലത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ 90s കിഡ്സ് അല്ലേ, അപ്പോൾ നമുക്ക് കുറേ അധികം മെമ്മറീസൊക്കെ കാണുമല്ലോ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ. മെയിനായിട്ട് എക്സാമാണ്. ലാസ്റ്റ് എക്സാം കഴിയുമ്പോഴത്തേക്കും ഒരു ഓട്ടമാണല്ലേ എല്ലാവരും. നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ക്രിസ്മസ് കാർഡ് മേടിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് അത്രത്തോളം ക്രിസ്മസ് കാർഡിനൊന്നും ഒരു ഇതില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവ് ആയ കാരണം കൊണ്ട് അങ്ങനെ ഒരു കാർഡ് കൊടുക്കുന്ന ഒരു സംഭവത്തിനോട് അത്രത്തോളം കുട്ടികൾക്ക് താല്പര്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെയൊക്കെ ആ ഒരു ടൈമിലെന്ന് പറയുന്നത് എല്ലാ ഫ്രണ്ട്സിനും ക്രിസ്മസ് കാർഡ് കൊടുക്കുക, ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമുക്ക് കൂടുതലും ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സ്വഭാവം ലാസ്റ്റ് എക്സാം ആകുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ലാസ്റ്റ് ഡേ വരുമ്പോഴത്തേക്കും ആ സബ്ജക്റ്റ് പഠിക്കത്തേ ഇല്ല കേട്ടോ. എപ്പോഴും ഈ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും പുൽക്കൂട് വയ്ക്കുന്നതും അതിൻ്റെയൊക്കെ ചിന്തകളാണ്. വീട്ടിൽ ഞാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. എൻ്റെ അനിയൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്, അതുകൊണ്ട് അവൻ അങ്ങനെ വീട്ടിൽ കാണത്തില്ല കേട്ടോ. ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അച്ഛനങ്ങനെ പൈസയൊന്നും മുടക്കി ഇതൊന്നും മേടിച്ച് തരാറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡെക്കർ ഐറ്റംസൊക്കെ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ നേരെ ഓപ്പോസിറ്റാണ്. അവന് നന്നായിട്ട് ഒറിഗാമിയും അതുപോലെ പേപ്പർ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാം. സ്റ്റാറൊക്കെ അവനിങ്ങനെ വീട്ടിലുണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അത് കാണാനും ഒക്കെ. എനിക്കത് ഒട്ടും വശമില്ലാത്തൊരു പരിപാടിയായിരുന്നു അന്നൊക്കെ എനിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ അവനോട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ. അന്നത്തെ ഒരു പ്രായത്തിൽ അങ്ങനെയാണല്ലോ നമുക്ക്. അങ്ങനെ അച്ഛനോട് വഴക്കടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കാനും ഒക്കെ ശ്രമിക്കും. അന്നൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും മരച്ചില്ലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കുത്തി വെച്ചിട്ട് അതിനകത്ത് കുറേ സ്റ്റാറൊക്കെ അനിയനിങ്ങനെ വീട്ടിലുണ്ടാക്കി അതൊക്കെ ഇങ്ങനെ തൂക്കിയിടും. അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുട്ടായിയുടെ കവറില്ലേ, നമ്മൾ ഈ സ്വീറ്റ്സ് ഒക്കെ ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഗോൾഡൻ കളർ കവർ, അതൊക്കെ വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കലും പരിപാടികളൊക്കെ ആയിരുന്നു അന്നത്തെ പരിപാടി. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് പറ്റുമല്ലേ. അപ്പം ഞാനിങ്ങനെ ഓർക്കും എപ്പോഴും നമ്മുടെ മക്കളുടെ ഒരു കാലം അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമായിട്ടുള്ളൊരു ജനറേഷനാണ് ഇപ്പോഴത്തേത്. നമ്മുടെ ആ ഒരു ആ ഒരു 90s കിഡ്സിൻ്റെ ആ ഒരു ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനിയനാണ് അതൊക്കെ ചെയ്തു തരുന്നത്. ചെറിയ കമ്പുകളൊക്കെ ശേഖരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കലും പരിപാടികളൊക്കെയാണ് കേട്ടോ. ഉണ്ണിയേശുവിനെയൊക്കെ ഈ ക്ലേയിലൊക്കെ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ, കളിമണ്ണുണ്ടല്ലോ അതിലിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു അനിയൻ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ട് നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രീൻ കളറും കൂടി നമ്മുടെ കണ്ണിൽ പെടുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറില്ലേ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ ആമിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടെറസിലേക്ക് ഒന്ന് കയറി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ വീട്ടിൽ പാവലിൻ്റെ വിത്ത് എനിക്ക് ഇവിടുത്തെ അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ നാൾ മുന്നേ. അപ്പോൾ ഞാനിത് ചുമ്മാതെ കൊണ്ടുവന്ന് അവർ തെറ്റിപ്പൂ ഇരിക്കുന്ന ഒരു ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. അവിടെ ഇരുന്ന് അതങ്ങോട്ട് പൊടിച്ചിട്ട് ഈ ഒരു മഴ ടൈമിലുണ്ടല്ലോ അതങ്ങനെ വളർന്ന് കയറി അതിലൊരു കായ് വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും കിട്ടുന്നൊരു സന്തോഷം ഒന്ന് വേറൊന്നും തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം ഞാൻ ടെറസിലേക്ക് വന്ന് നടക്കാനായിട്ട് കയറിയിട്ട് വന്നതാണ്. മാത്രമല്ല കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ മഴ കാരണം കൊണ്ട് 2-3 ദിവസമായിട്ട് ഇവിടെ നടക്കാനായിട്ട് വരുന്നുണ്ടായില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളിപ്പോൾ പാർക്കിലൊന്നും പോകുന്നില്ല എന്ന്. ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ള കാരണം കൊണ്ട് രാവിലെയാണ് വരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് പാർക്കിലൊന്നും പോയി നടക്കാനുള്ള ടൈം കിട്ടാറില്ല, ഹസ്ബൻഡ് ഉറക്കമായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും ടെറസിൻ്റെ മേലെയാണ് നടക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം നടക്കാതെ ഇരുന്നിട്ട് മേലേക്ക് വന്നതാണ്. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് മേലെ നന്നായിട്ട് പായൽ കെട്ടി കിടപ്പുണ്ട്. ഇപ്പോൾ സൂക്ഷിച്ചാണ് നടക്കുന്നത്. ഞാൻ നടക്കുന്നത് കണ്ടിട്ട് ഹസ്ബൻഡും കൂടി കുറച്ച് നേരം ഇവിടെ നിന്ന് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് എടുത്തിട്ട് ഈ ഒരു ചെറിയൊരു ഇതിൽ പോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പോട്ടാണ്. ആ ഒരു പോട്ടിന് തന്നെ 200 രൂപയാണ് ഇന്ന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിമാർട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരെണ്ണം മേടിച്ചപ്പോഴത്തേക്കും 70 രൂപയാണ് മേടിച്ചത്. നോക്കിയേ, നല്ല സൈസും ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ്. 5 എണ്ണം ഞാനന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടിപ്പോൾ ഗാർഡനിൽ നിന്ന് ഒരു സാധനങ്ങളും മേടിക്കാറില്ല കേട്ടോ, ഭയങ്കര റേറ്റ് കൂടുതലാണ് അവിടെ. ഡിമാർട്ടിൽ പോകുമ്പോഴാണ് ഇതുപോലെ പ്ലാന്റ് പോട്ട്സ് ഒക്കെ മേടിക്കുന്നത്. അങ്ങനെ താഴേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് ഇതുപോലെ റെയിൻ കോട്ടും കുടയൊക്കെ ഈ ഒരു ഗ്രില്ലിൽ ഇട്ടേക്കുമായിരുന്നു. ഇപ്പോൾ മഴ കാരണം കൊണ്ട് പുറത്താണ് ഇത് വെച്ചേക്കുന്നത്. ഹസ്ബൻഡും ഞാനൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ് കേട്ടോ റെയിൻ കോട്ട്. അത് കൈയോടെ തന്നെ എടുത്തൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുട അവിടെ തന്നെ ഇട്ടേക്കുന്നത് ഹസ്ബൻഡ് ഇനിയിപ്പോൾ ഈവനിങ് ജോലിക്ക് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകും, അതുകൊണ്ടാണ് അവിടെ തന്നെ ഇട്ടേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പഴയ തുണികൾ, അതായത് സൈസ് പാകമല്ലാത്ത തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് തരാനായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡീക്ലട്ടറിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് തുണികളുടെ കാര്യത്തിൽ. തുണികളാണെങ്കിലും വീട്ടിലെ പാത്രങ്ങളാണെങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കും. നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് ഉപയോഗം ഉണ്ടെന്നാണ്, പക്ഷേ നമ്മളത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കും കേട്ടോ. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള കുറേ സാധനങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ ആക്രി സാധനമെന്ന് പറയും ഇതിനെ. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വീട്ടിനകത്ത് കുന്നുകൂടി കിടക്കുന്നത് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ 6 മാസത്തിലൊരിക്കൽ വേണ്ടാത്ത ഡ്രസ്സുകളാണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും ഒക്കെ ഡീക്ലട്ടറിങ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് കുറേ ഡ്രസ്സുകൾ എടുത്ത് തരാനായിട്ട് പറഞ്ഞു. അതുപോലെ ആമിയുടെ കുറേ തുണികളും അതുപോലെ വേണ്ടാത്തതുണ്ട് കേട്ടോ. നല്ല തുണികളാണ്, അവൾ ഇടാത്തതാണ്, മനഃപൂർവ്വമായിട്ട് ഇടാത്ത കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അവളുടെ ബർത്ത്ഡേ ടൈമിലൊക്കെ ആരെങ്കിലുമൊക്കെ തരുന്നതായിരിക്കും, ഗിഫ്റ്റൊക്കെ തരുന്നതായിരിക്കും. ഈ നെറ്റ് പോലത്തെ തുണികളൊന്നും ഇവൾക്ക് ഇടാനായിട്ട് ഭയങ്കര മടിയാണ്. അതൊക്കെ ഞാൻ എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഒക്കെ തന്നിട്ടുള്ളത്. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റാനായിട്ട് പോകുന്നുണ്ട് വീട്ടിൽ നിന്ന്. പിന്നെ കുറച്ച് സ്വെറ്ററുകൾ എടുത്ത് ഞാൻ എല്ലാം കൂടി ഒരു ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് നമ്മൾ ഡെയിലി സ്വെറ്ററൊക്കെ ഇടാറുണ്ട്, അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടി ഒരു ബോക്സിലേക്ക് മാറ്റി. പിന്നെ ഒരു റെഡ് ബാഗിനകത്ത് ഇരുന്നത് അമ്മ തയ്ച്ചു തന്നിട്ടുള്ള ബാഗാണ് അത്. അതിനകത്ത് കുറേ പഴയ തുണികൾ എൻ്റെ തുണികളാണ്, വേണ്ടാത്തതൊക്കെ ഞാൻ അതിലേക്ക് മാറ്റി വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ എപ്പോഴാണോ കാണുന്നത് അതെല്ലാം കൂടി ഒരു കവറിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് കുറച്ച് 1-2 ചാക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓർഫനേജിൽ നിന്ന് ആൾക്കാർ വരുമായിരുന്നു. ഇപ്പോൾ അവർ 1 വർഷം കൊണ്ട് വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കോർപ്പറേഷനിലെ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ തുണികൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരത് കൊണ്ടുപോയി അയൺ ചെയ്ത് അവരത് ഉപയോഗിച്ചോളും. നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അയൺ ചെയ്യണ്ട, അങ്ങനെ തന്നെ കൊടുത്താൽ മതി എന്നാണ് കേട്ടോ. ഉപയോഗിക്കാൻ പറ്റുന്ന തുണികളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒരു ചാക്കിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് അത് എപ്പോഴെങ്കിലും അവരെ കാണുമ്പോഴത്തേക്കും എടുത്ത് കൊടുക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബാൽക്കണിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചേക്കുന്ന കാരണം കൊണ്ട് ഡെയിലി ഇങ്ങനെ മഴ പെയ്യുന്ന കാരണം കൊണ്ട് മണ്ണിങ്ങനെ ഇതിലേക്ക് വീഴാറുണ്ട് കേട്ടോ ബാൽക്കണിയിൽ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. മേലേന്ന് നമുക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴോട്ടേക്ക് പൊയ്ക്കോളും. പുതിയ വർക്ക് ചെയ്തൊരു ഭാഗത്ത് ചെറിയൊരു സ്ലോപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ താഴേക്ക് പൊയ്ക്കോളും കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു. അപ്പോൾ ഇത് ഡെയിലി ഇപ്പോൾ ഇതെൻ്റെ ഒരു റുട്ടീനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വീടിൻ്റെ മുൻവശമൊക്കെ നന്നായിട്ട് കുറേ ബക്കറ്റിൽ വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഓസ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീടിനുള്ളിലും കൂടി മോപ്പ് ചെയ്യണം. കാരണം ഇന്ന് മൺഡേ ആണല്ലോ, നാളെ ട്യൂസ്ഡേ രാവിലെ വിളക്ക് വെക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്കാണ് മോപ്പ് ചെയ്യുന്നത്. സാധാരണ മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് മോപ്പ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ വൈകുന്നേരം എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ബിസി ആയിരിക്കും. കാരണം ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് ടൈം കിട്ടത്തില്ല. പിന്നെ ആമി സ്കൂൾ വിട്ട് വരും, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കണം. അങ്ങനെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും മോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഞാനൊന്ന് മോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ ബക്കറ്റിനകത്ത് കുറച്ച് ലൈസോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഇത് മോപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല സ്മെല്ലുമാണ്, ഈച്ചയുടെ ഒന്നും ശല്യം കാണത്തില്ല കേട്ടോ. ഞാൻ കുറേ നാളായി ലൈസോൾ മേടിച്ചിട്ട്. പണ്ട് താഴെ ആയിരുന്ന സമയത്ത് ഞാൻ ഡെയിലി ലൈസോൾ ഇട്ടിട്ടാണ് തുടച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതെല്ലാം ഒന്ന് തുടച്ച് മോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടൊന്ന് കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണല്ലേ. നമുക്ക് അതുവരെ തോന്നാത്തൊരു സന്തോഷവും ഒരു സമാധാനമൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് സിനിമ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമൃത TV-യിൽ മൂന്നാമതൊരാളെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പഴയ സിനിമയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറച്ച് നേരമേ കണ്ടുള്ളൂ. ഞാൻ ഒരുപാട് നേരമൊന്നും അങ്ങനെ സിനിമ കാണാറില്ല. കൂടുതലും ഞങ്ങൾ വീക്കെൻഡ്സിൽ നൈറ്റാണ് സിനിമകൾ കാണുന്നത് കേട്ടോ. എനിക്ക് ഹസ്ബൻഡും കൂടി ഉണ്ടെങ്കിലാണ് സിനിമ കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ അധികം സിനിമ കാണാറില്ല. മുന്നേയൊക്കെ ആണെങ്കിൽ കാണുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു ടോപ്പ് അടിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്നുണ്ട് ഇത് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒതുക്കി അടിക്കണമെന്ന്. ഇതുവരെയും ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. ഇതിന് ലൈനിങ് ഇല്ലാത്തൊരു തുണിയാണ്, പക്ഷേ എനിക്ക് ഇതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. ഇതിൻ്റെ ഒരു ബ്ലൂ കളർ എൻ്റെ അടുത്തുണ്ട്, നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു ബ്ലൂ കളർ ടോപ്പ്. അതിൻ്റെ ഒരു മെറൂൺ കളറാണ് കേട്ടോ. ഇത് ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചതാണേ. അങ്ങനെ ഞാനിന്ന് ആ തുണിയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.